ഗിൽസ്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിന്റെ കുട്ടികൾക്കുള്ള ഹണി നംസിന്റെ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ബിക്കോസ് ആനുവൽ എക്സാമിന് ഏതെടുത്ത് നോക്കിയാലും, ഏതൊരു എക്സാം ആയിക്കോട്ടെ, ആനുവൽ എക്സാം ആയിക്കോട്ടെ, ഈ കഴിഞ്ഞ ആയിക്കോട്ടെ, ഇനി നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുന്നേ ഉള്ള എക്സാം ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അവസാനത്തെ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു അവസാനത്തെ 5 ചാപ്റ്റർ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കലക്കി കുടിച്ചെടുക്കാൻ പോവാണ്. എല്ലാ കോൺസെപ്റ്റും ഏത് ടൈപ്പ് ആണോ ക്വസ്റ്റ്യൻസ് വരിക, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മിസ് 20 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. നമ്മൾ 20 മാർക്ക് ഈ ഒരു വീഡിയോയിലൂടെ വാങ്ങാൻ പോകുന്നു. സോ ശ്രദ്ധിച്ചിരുന്നോ? അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? അടിപൊളിയായിട്ട് നോക്കിക്കോ. ആൻഡ് ഇതിന്റെ മുന്നേ മിസ്സിന് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, നമ്മൾ ഈസി മാത്സ് എന്ന് പറയുന്ന ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത വിവരം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഒരുപാട് ഇതിൽ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ആ ഒരു ചാനലിലായിരിക്കും നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് മാത്സ് ചാനൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. സോ നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് നമ്പർ റിലേഷൻ അല്ലെങ്കിൽ സംഖ്യാബന്ധങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞടാ കാര്യം. ഒന്നാമത്തെ നോക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6⁻² × 3 സ്ക്വയറിന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാ ചോദിച്ചത്. ഇങ്ങനെ തരും, എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കും. ഫാക്ടേഴ്സ് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോ നോക്ക്, 3 സ്ക്വയറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഒന്നാമത്തെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ ഉള്ളത് അഭാജ്യ സംഖ്യ അല്ലേ, പ്രൈം നമ്പർ അല്ലേ എന്ന് നോക്കുക. അതായത് 2, 3, 5, 7 ഇതുപോലെയുള്ള നമ്പർ അല്ലേ എന്നൊന്ന് നോക്കുക. അങ്ങനെയെങ്കിൽ അങ്ങനത്തെ നമ്പർ ആണ് എങ്കിൽ മുകളിലുള്ള നമ്പറിനോട് 1 കൂട്ടിയാൽ മതി. 2 + 1, അതായത് എത്ര 3 ഘടകങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി അടുത്ത് നോക്ക്, 3 സ്ക്വയർ × 2⁻⁴. ഇതിന് എത്ര ഘടകങ്ങളുണ്ട് നിങ്ങൾ നോക്കുക. ഇവിടെ അഭാജ്യ സംഖ്യയാണ്, ഇവിടെ അഭാജ്യ സംഖ്യയാണ്. അങ്ങനെയെങ്കിൽ ഇതിനോട് 1 കൂട്ടിയ, 2നോട് 1 കൂട്ടിയ 3, × 4നോട് 1 കൂട്ടിയ 5, 3 × 5 15 ഫാക്ടേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദർ ഫോർ 6⁻² × 3⁻²? ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവന്മാർ രണ്ടാളും അഭാജ്യ സംഖ്യയാണോ പ്രൈം നമ്പർ ആണോ? അല്ല അല്ലെ. 6 ഒരു പ്രൈം നമ്പർ അല്ല. 6 ഒരു പ്രൈം നമ്പർ അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 6നെ പ്രൈം നമ്പർ ആക്കി എഴുതണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 6നെ ഏത് പ്രൈം നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. അതായത് 6നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 3 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും പ്രൈം നമ്പർ ആയില്ലേ. 2 × 3ന്റെ സ്ക്വയർ, 6 സ്ക്വയറിന് പകരം 2 × 3ന്റെ സ്ക്വയർ × 3ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അടുത്ത് നോക്ക്, ഇതിനെങ്ങനെയാ? ഈ സ്ക്വയർ ഈ 2 നമ്പേഴ്സിനും ബാധകമാണ്. അപ്പൊ 2 സ്ക്വയർ × 3 സ്ക്വയർ × 3 സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 3 സ്ക്വയർ, ഇവിടെ ഒരു 3 സ്ക്വയർ, 3 പാവം അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവന്മാരെ ഒന്നിച്ചെഴുതാം. അതായത് 2 സ്ക്വയർ × ഈ 3നെ കോമൺ ആയിട്ട് എടുത്തു. ഈ 2 ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 3 ഉണ്ട്. ടോട്ടൽ എത്ര 3 ഉണ്ട്? 2 + 2 4 3 ഉണ്ട്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 2 സ്ക്വയർ × 3⁻⁴. ഇനി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി, ഇവിടെ അഭാജ്യ സംഖ്യയാണ്, ഇവിടെ അഭാജ്യ സംഖ്യയാണ് അല്ലെ. അങ്ങനെയെങ്കിൽ സിമ്പിൾ ആണ്. 2നോട് 1 കൂട്ടിയ 3 × 4നോട് 1 കൂട്ടിയ 5, എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവുക? 15 ഫാക്ടേഴ്സ് എന്റെ കുട്ടികൾക്ക് ഉണ്ടാവും. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്ക്. റൈറ്റ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 225 ആൻഡ് 275. 225ന്റെയും 275ന്റെയും പൊതു ഘടകങ്ങൾ എഴുതാനാ പറഞ്ഞത്. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? 225നെയും അതുപോലെ 275നെയും അഭാജ്യ ഘടകക്രിയ ചെയ്യുക. എങ്ങനെയാ ഘടകക്രിയ ചെയ്യുക? ഇതിന് എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഏത് അഭാജ്യ സംഖ്യനോടാണ്? നമുക്ക് 5 കൊണ്ട് പറ്റൂലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താടാ കിട്ടുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിപ്പോ 5 കൊണ്ടല്ല, നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ടല്ലല്ലോ, 3 കൊണ്ട് തന്നെ നമുക്ക് പറ്റുമല്ലോ. നമ്മൾ നോക്കി നോക്കാം. 225നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒന്ന്. 2നോട് നമുക്ക് എന്തായാലും പറ്റൂല, 3 കൊണ്ട് പറ്റുമോ? 225നെ 3 കൊണ്ട് ചെയ്താൽ ഇവിടെ എത്ര 3 ഉണ്ട്? 1 3 2 3 4 3 4 3 5 3 5 3 6 3 7 3 21 ആണ്. 22 35 എത്ര 3 ആണ്? 5 3 5 3 എത്രയാണ്? 35. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതായത് 3
കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 75 കിട്ടുക. 75നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 25 25 50. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 25. 25ഉം 25ഉം 50ഉം 50ഉം 3ഉം ഇത് ആയി. ഇനി ഇതിന് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 5നോട് ഹരിച്ചാൽ എത്ര കിട്ടുക? 5 തന്നെ കിട്ടും. അപ്പോൾ ഒരു അഭാജ്യ സംഖ്യ ആയില്ലേ? അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതിനെ അതുപോലെ ചെയ്ത് നോക്ക്. ഇതിന് 275നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കുകയാണ്. അതായത് നമ്മൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 കൊണ്ട് ഇപ്പോൾ 8 1 8 2 16 3 8 24 9 ആണെങ്കിൽ 1 9 2 9 18 3 9 27 3 9 27 27 0 5 പറ്റൂല അല്ലെ? അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. അപ്പൊ 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് ഹരിച്ചാലോ? 5 കൊണ്ട് 27 എത്ര 5 ഉണ്ട്? 5 5 25 25 5 5 55 എന്ന് കിട്ടും. 55ന് എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 5 കൊണ്ട് തന്നെ ഹരിക്കാൻ പറ്റും. എത്ര കിട്ടും? 11 എന്ന് കിട്ടും. ഇത്ര കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി അടുത്ത് നോക്ക്, ഇതിനെങ്ങനെ എഴുതാം? 5 സ്ക്വയർ ഇൻറ്റു 11 എന്ന് എഴുതാൻ പറ്റും. ഇതിന് 5 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതാം. ഇത് 5 സ്ക്വയർ ഇൻറ്റു 11 എന്ന് എഴുതാം. ഇതിൽ കോമൺ ആയിട്ടുള്ള ഘടകങ്ങളാണ് ചോദിച്ചത്. കോമൺ ആയിട്ടുള്ള ഘടകം ഏതാണ്? 5 സ്ക്വയർ ഇവിടെ, 5 സ്ക്വയർ ഇവിടെ. അപ്പൊ കോമൺ ആയിട്ടുള്ള ആരാണ്? 5 സ്ക്വയർ ആണ്. അപ്പൊ കോമൺ ആയിട്ടുള്ള ആരാണ്? 5 സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ കോമൺ പൊതുവായ ഘടകങ്ങൾ 5 സ്ക്വയർ എന്നാണോ പറയാ? ഇതിന്റെ പൊതുവായിട്ടുള്ള ഘടകങ്ങൾ എഴുതാനാ പറഞ്ഞത്. 5 സ്ക്വയറിന് മാത്രം എഴുതിയാൽ പോരാ കേട്ടോ. എന്താ എഴുതേണ്ട അറിയോ? 5 സ്ക്വയറിന്റെ ഘടകങ്ങളാണ് ഇതിന്റെ ഘടകങ്ങൾ. അതായത് 1, 5, 5 സ്ക്വയർ. ഇതായിരിക്കും ഇതിന്റെ കോമൺ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് കിട്ടുകയാണ് 5 ക്യൂബാണ് ഇതിന്റെ പൊതു ഘടകങ്ങൾ കിട്ടിയാൽ നമ്മൾ എഴുതേണ്ട എന്തൊക്കെ? 1 5 5 സ്ക്വയർ 5 ക്യൂബ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. സിമ്പിൾ. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ഇതാ പോകുന്നു നമ്മൾ അടുത്ത ത്രികോണ പരപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രയാങ്കിൾ ഹാസ് എൻ ഏരിയ ഓഫ് 12 സെന്റിമീറ്റർ? ഇതിൽ ഏരിയ 12 സെന്റിമീറ്റർ ഏതാണ് നമ്മളുടെ ത്രികോണം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പരപ്പളവ് 12 സെന്റിമീറ്റർ. അപ്പൊ ഇത്രമാത്രം ആലോചിക്കുക. ഏരിയ എങ്ങനെയാ കാണുക? ഏരിയ എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ഏരിയ ഹാഫ് BH. അതായത് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ പാദം ഇൻറ്റു പാദത്തിൽ നിന്നുള്ള ഉയരം. ഇതാണ്. അപ്പൊ ഇതിൽ 12 സെന്റിമീറ്റർ പരപ്പളവുള്ള ത്രികോണം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നോക്ക്, ഇതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് 5 ഇൻറ്റു ഇതിലേക്കുള്ള ഉയരം 2. 5 ഇൻറ്റു 2 10 5 ആണ് അല്ലേ വരിക? അപ്പൊ ഇത് പറ്റൂല. ഇനി നമുക്ക് ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 8 3 8 2 16 3 8 4 ഹാഫ് ഇൻറ്റു 24 എത്ര കിട്ടി? 12 കിട്ടി. കറക്റ്റ് ആണ്. അപ്പൊ ഇതെന്താണ്? 12. അപ്പൊ ഈ ഒരു ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഇത് നോക്ക്, ഇതിന്റെ നമുക്ക് ഏരിയ, നമുക്ക് ഇതിന്റെ ഇത് തന്നിട്ടില്ല, ഉയരം തന്നിട്ടില്ല. അപ്പൊ നമുക്ക് പറ്റൂല. ഇതിനെ നോക്ക്, ഇത് പറഞ്ഞാൽ 1/2 ഇൻറ്റു 4 ഇൻറ്റു 3 4 3 12. 1/2 ഇൻറ്റു 12 6 വരിക. അപ്പൊ ഇതും പറ്റൂല. അപ്പൊ ഏതാണ്? ബി ആണ്. അപ്പൊ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്ക്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഏരിയ 24 സ്ക്വയർ സെന്റിമീറ്റർ. 24 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ പരപ്പളവുള്ള ഒരു ചതുരം വരയ്ക്കാനാ, ഒരു ത്രികോണം വരയ്ക്കാനാ. അതായത് ഹാഫ് BH ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 24 കിട്ടണം എന്നാണ് ഇവർ പറയുന്നത്. 24 കിട്ടണം. അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്തായിരിക്കും? ഈ ഹാഫിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ. അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ഇൻറ്റു 2. അതായത് 24 ഇൻറ്റു 2 എത്ര വരിക? 48 ആയിരിക്കും അല്ലെ? 24 ഇൻറ്റു 2 48 ആയിരിക്കും. അപ്പൊ ബേസും ഹൈറ്റും മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 48 കിട്ടും. അപ്പൊ 48 കിട്ടുന്ന ഏത് 2 നമ്പേഴ്സും എടുക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 6ഉം 8ഉം എടുത്തൂടെ? 6ഉം 8ഉം എടുത്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 6ഉം 8ഉം ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് 48 ആയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എടുക്കുന്ന 6ഉം 8ഉം. നിങ്ങൾക്ക് വേണമെങ്കിൽ 4ഉം 12ഉം എടുക്കാം. നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ 6ഉം 8ഉം എടുത്തു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 6 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ വെച്ചു ബേസ്. അതിൽ നിന്ന് ഹൈറ്റ് 8 സെന്റിമീറ്ററും കൂടെ എടുത്തു. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലൈൻ വരയ്ക്കാം. അല്ലെങ്കിൽ 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു, 8 സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഒരു മട്ടത്രികോണം വരയ്ക്കാം. നോ പ്രോബ്ലം. ബേസും ഹൈറ്റും നമുക്ക് കിട്ടി. ബേസ് 6 ആണ്, ഹൈറ്റ് 8 ആണ്. എന്നിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നോക്ക്, ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് എൻ ഏരിയ ഓഫ് 48 സ്ക്വയർ സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോർണർ ടു ദ ഓപ്പോസിറ്റ് സൈഡ്? അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്.
ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഏരിയ 48 അതുപോലെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാന്നാ പറഞ്ഞത്? 12 ആണെങ്കിൽ ഇതിൽ നിന്നുള്ള ഉയരം എത്ര, എച്ച് എത്രയാന്നാ ചോദിച്ചത്. ബേസ് തന്നിട്ടുണ്ട്, ഉയരം എത്രയാന്നാ ചോദിച്ചത്. നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 48 ആ ഏരിയ ആണ് നമുക്കറിയാം. അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ഈ ഇൻറ്റു 2 അങ്ങോട്ട് കൊണ്ടുപോയി, അതായത് എത്രയാ വരിക? 48 ഇൻറ്റു 2, 8 2 16 6 1 ശിഷ്ടം 96 വരിക. നമുക്കറിയാം ബേസ് എത്രയാണ്? 12 അല്ലെ? ബേസ് 12 അതായത് 12 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 96 ഹൈറ്റ് എത്രയായിരിക്കും? 96/12 ആയിരിക്കും. എത്ര എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ 3 ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാൽ ത്രികോണപ്പരപ്പും കഴിഞ്ഞു. അപ്പൊ 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ വരാൻ പോകുന്നത് സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ തരും ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്, പരപ്പളവ് എന്ന് പറയുന്നത് ഇവർ പറയും 49 ചതുരശ്ര സെന്റിമീറ്റർ ആണ്, അല്ലെ സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഒരു സമചതുരം വരയ്ക്കുക എന്ന് പറയും. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സൈഡ് കണ്ടു കഴിഞ്ഞാൽ സമചതുരം വരയ്ക്കുക അല്ലെ. സൈഡ് എത്രയായിരിക്കും? ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ അല്ലേ? 7ന്റെ സ്ക്വയർ ആണ് 49. അപ്പൊ മക്കൾ എന്ത് ചെയ്താൽ മതി? 7ന്റെ സ്ക്വയർ ആണ് 49. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 49 7 ആണ്. അപ്പൊ 7 സെന്റിമീറ്റർ സൈഡ് വരുന്ന രീതിയിൽ എന്ത് വരയ്ക്കുക? ഒരു സമചതുരം വരച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ ഇനി നമുക്ക് നോക്ക്, ഏരിയ തന്നു. ഏരിയ നമുക്ക് കുറച്ച് വൃത്തികെട്ട ഏരിയ ചിലപ്പം തരും. പരപ്പളവ് ഇവർ പറയാണ്, പരപ്പളവ് എന്ന് പറയുന്നത് ഒരു 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ് പരപ്പളവ്. ഓക്കെ, 18 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ 18 സെന്റിമീറ്റർ സ്ക്വയർ, 18 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് സൈഡ് കാണാൻ പറ്റൂല അല്ലെ. ഇങ്ങനത്തെ സമയങ്ങളിൽ 18 നിങ്ങൾ തന്നത് എങ്കിൽ, അങ്ങനത്തെ നമ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ല നിങ്ങൾക്ക് തന്നത് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പകുതി എടുക്കുക. 18ന്റെ പകുതി എത്രയാ? 9. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ആണ് അല്ലെ. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 9ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? 3 സെന്റിമീറ്റർ വശമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുക. അപ്പൊ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? 9 ആയിരിക്കും ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ നോക്ക്, ഇങ്ങനെ ഒരു വികർണം വരച്ചു കഴിഞ്ഞാൽ, ആ വികർണം ഒരു വശമായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്ന മക്കളെ, ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്ന മക്കളെ, ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്ന മക്കളെ എന്തായിരിക്കും? ഈ 9ന്റെ ഡബിൾ ആയിരിക്കും. അതായത് എത്രയാണ്? 18 ആയിരിക്കും. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഇങ്ങനത്തെ നമ്പർ വേറെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പർ ആണെങ്കിൽ അതിന്റെ പകുതി എടുക്കുന്നു. പകുതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു സമചതുരം വരയ്ക്കുന്നു. ആ സമചതുരത്തിന്റെ ഏരിയ ഇതിന്റെ പകുതി ആയിരിക്കും. അതിലൊരു വികർണം വരയ്ക്കുന്നു. അവിടെ ഒരു സമചതുരം വരച്ചാൽ എന്താണ്? ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇവൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റ് 2 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് നിങ്ങൾക്ക് നോക്ക്, ഇതുപോലെ നമുക്ക് എന്ത് തരും? മട്ടത്രികോണങ്ങൾ തരും. ഓക്കെ, മട്ടത്രികോണങ്ങൾ തരും. ചിലപ്പോൾ ഇവർ എന്ത് തരും? ഇതിന്റെ 2 വശങ്ങൾ, ഇത് 5 ആണ്, ഇത് 6 ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ന്യൂസ്, ഈ ചെരിഞ്ഞ ഭാഗത്ത് ഒരു സ്ക്വയർ വരച്ചാൽ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാന്ന് നോക്കും. അതുപോലെ ഇവിടെ ചിലപ്പോൾ തരും, ഇവിടെ ഇപ്പോൾ ഒരു ഇതിന്റെ 9 ആണ് ഇതിന്റെ സൈഡ്, അല്ലെങ്കിൽ ഇത് 5 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ പെർപെൻഡിക്കുലർ സൈഡിൽ ഒന്ന് വരച്ചാൽ ഇതിന്റെ ഏരിയ എത്ര? ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് വേറെ ഇതിൽ പ്രധാനപ്പെട്ടത് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഇതിന്റെ ഹൈപ്പോട്ന്യൂസിലാണ് വരച്ചത് എങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? 6 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. എത്ര വരിക? 36 പ്ലസ് 25. 5 6 10 11 1 ശിഷ്ടം 5 61 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും വരിക? ഇതെന്ന് പറയുന്നത് ഈ വലിയ വശലിലെ 9, ആ 9ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ, അതായത് 81 മൈനസ് 25. അപ്പൊ ഇത്ര മാത്രം ആലോചിക്കുക. നമുക്ക് ഒരു മട്ടത്രികോണം തന്നിട്ട് ആ മട്ടത്രികോണത്തിന്റെ 2 വശങ്ങൾ തന്ന് 3ാമത്തെ വശത്തിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ, സമചതുരത്തിന്റെ പരപ്പളവ് നിങ്ങളോട് ചോദിക്കാൻ വളരെ 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 സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ പെർപെൻഡിക്കുലർ, ഈ കുത്തനുള്ള 2 സൈഡ് വന്നിട്ട് ഇവനാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ ആണ്. ഇത് നോക്ക്, ഇത് നമ്മൾ കുത്തനുള്ള ഏരിയയിൽ ഏതെങ്കിലും ഒന്നിലാണ് സ്ക്വയർ ഉള്ളതെങ്കിൽ ഇതിന്റെ ഈ ചെരിഞ്ഞതിന്റെ സ്ക്വയർ മൈനസ് ഈ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, അടുത്തതിലേക്ക് പോവാണ് പേഴ്സൻസ് അല്ലെങ്കിൽ ശതമാനം. പേഴ്സൻസ് അല്ലെങ്കിൽ ശതമാനത്തിൽ എന്തായാലും നമ്മൾ ഡാറ്റ പിക്ചേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇവർ ചോദിക്കും എന്താണ്? നമുക്കിപ്പോ ഈ 25
25% ഓഫ് ഒരു 300, 300ന്റെ 25% എത്ര, 480ന്റെ 24% എത്ര, 27% ഓഫ് 15, അങ്ങനെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്ര മാത്രം എൻ്റെ കുട്ടികൾ ചെയ്താൽ മതി. അതായത് എന്താ ചെയ്യുക, 25% ഓഫ് 300, എവിടെ ശതമാനം കണ്ടോ അതിനെന്ത് ചെയ്താ 25/100 എഴുതാ. 25/100 ഇൻറ്റു 300 നയിക്കും. ഓക്കെ, ഈ ശതമാനം ഓഫ് ഇത്, ഈ ശതമാനം ഓഫ് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ശതമാനത്തിന് നമ്മൾ എന്ത് ചെയ്യുക ബൈ 100 എന്ന് പറഞ്ഞ എഴുതുക, ഇൻറ്റു മറ്റേ നമ്പർ ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്താൽ സിമ്പിൾ കാര്യം, അതായത് ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0, 25 × 3 എന്ന് പറഞ്ഞാൽ 50ഉം 75 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ. ഇങ്ങനെയാണ് ഏതൊരു നമ്പറിന്റെയും ശതമാനം നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇനി അടുത്ത നോക്ക്, ഇനി ഇതുപോലെയുള്ള ക്വസ്റ്റ്യനാ ചോദിക്കുക, അതായത് ശതമാനം കൂടി കുറഞ്ഞു എന്നുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്ക്, 1 gram ഗോൾഡ് കോസ്റ്റ് 5800 rupees, 1 gram സ്വർണത്തിന്റെ വില 5800 രൂപയാണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഗോൾഡ് കോയിൻ ദാറ്റ് 4 gram, 4 ഗ്രാമിന്റെ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഗ്രാമിന് എത്രയായിരിക്കും, 1 ഗ്രാമിന് 5800 ആണെങ്കിൽ 4 ഗ്രാമിന് എത്രയായിരിക്കും, 5800 ഇൻറ്റു 4 ആയിരിക്കും. 4 0 0 4 0 0 4 8 1 8 2 16 3 8 4 4 32 2 3 ഇഷ്ടം 5 4 20 3 23, അതായത് 23,200 ആയിരിക്കും എന്ത് ഇതിന്റെ 4 ഗ്രാമിന്റെ വില എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ പോയി ചോദിക്കുകയാണെ, ഇഫ് 2% പ്രൈസ് ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ഫോർ ദിസ് ഗോൾഡ് കോയിൻ, ഹൗ മച്ച് എമൗണ്ട് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ പ്രൈസ്. അതായത് എത്രയാണോ ഈ പ്രൈസ്, ആ പ്രൈസിന്റെ എത്ര കുറഞ്ഞു എന്നാ പറഞ്ഞത്. എത്ര ശതമാനമാണ്, 2% കുറഞ്ഞു എങ്കിൽ, 2% കുറഞ്ഞു എങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാന്നാ ചോദിച്ചത്. ഓക്കെ, 2% കുറഞ്ഞു എങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാന്നാ ചോദിച്ചത്. അപ്പൊ ഇതിന്റെ 2% കുറഞ്ഞു. ഓക്കെ, 2% കുറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ, നമ്മൾ എപ്പോഴും നമ്മളുടെ വില എന്ന് പറയുന്നത് 100% ആയിരിക്കും. 100% അപ്പൊ നിങ്ങൾ 2% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, 2% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 100ന് 2 കുറച്ചാൽ എത്രയാ 98. അപ്പൊ 98% ഓഫ് 23,200 കണ്ടാൽ മതി. ഓക്കെ, എന്താണ് 2% കുറഞ്ഞു എന്ന് പറയുമ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് ഗിവൺ ഫോർ ദിസ് ഗോൾഡ് കോയിൻ ഹൗ മച്ച് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ പ്രൈസ്, എത്ര കുറഞ്ഞു എന്ന് നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 98% ഓഫ് 23,200 കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇപ്പോഴത്തെ വില നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ റെഡ്യൂസ്ഡ് പ്രൈസ് എത്ര നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എത്ര കുറഞ്ഞു നോക്കിയാൽ മതി. ഇനി അടുത്ത് നോക്ക്, 10% ഓഫ് മാനുഫാക്ചറിങ് ചാർജസ് വാസ് പെയ്ഡ് ഫോർ ബാംഗിൾ ഓഫ് 4 gram, ഹൗ മച്ച് ഷുഡ് ബി പെയ്ഡ് ഫോർ ബാംഗിൾ ഇൻക്ലൂഡിംഗ് ദ മാനുഫാക്ചറിങ് ചാർജ്. 4 gram സ്വർണ്ണ വളയ്ക്ക് 10% നിർമ്മാണ ചെലവ് ഈടാക്കുന്നു. നിർമ്മാണ ചെലവ് ഉൾപ്പെടെ ആ വളയ്ക്ക് എത്ര രൂപ നൽകണം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ എന്താണ് 10% കൂടി എന്നാ പറയുന്നത്, 4% കൂടി 10% നിർമ്മിക്കാൻ ഈടാക്കുന്നു. അപ്പൊ നമുക്കറിയാം വില എന്ന് പറഞ്ഞാൽ 100%. അങ്ങനെയെങ്കിൽ 10% കൂടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 110% ഓഫ് എത്ര കണ്ടാൽ മതി, നമ്മളുടെ എത്രയായിരുന്നു വില, 23,200. ഇതാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ശതമാനം എങ്ങനെയാ കാണാന്നറിയാം, എങ്ങനെയാ 25/100 × 300. അതുപോലെ തന്നെ 2% പ്രൈസ് ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ഫോർ ദിസ് ഗോൾഡ് കോയിൻ. ഈ ഗോൾഡ് കോയിൻ എന്താ ചെയ്യുന്നത്, 2% വില കുറയ്ക്കുകയാണെങ്കിൽ എത്ര ആയിരിക്കും ഉണ്ടാവുക, 2% കുറച്ചു എന്ന് പറഞ്ഞാൽ ആ ഗോൾഡ് കോയിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് എന്തായിരിക്കും, 100ന് 2 കുറച്ച് 98% ഓഫ് ആ നമ്പറാണ്. ഓക്കെ, ഇനി 10% കൂട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വില, ഇതിന് 100നോട് 10 കൂട്ടി 110% ഓഫ് 23,200, അതായത് 110/100 × 23,200, 98/100 × 23,200. ഇതാണ് നിങ്ങൾ കാണേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളാണ്, ഇപ്പോൾ 55% നമ്മൾ ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ ഭാഗത്തിൽ എഴുതാൻ പറയും. അല്ലെങ്കിൽ നമുക്ക് 1/5 ശതമാനത്തിൽ എഴുതാൻ പറയും. ശതമാനം ടു ഫ്രാക്ഷനും ഫ്രാക്ഷൻ ടു ശതമാനവും. നമ്മൾ എപ്പോഴും ശതമാനത്തിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, /100 ചെയ്യേണ്ടത്. അതായത് ഇതെന്തായിരിക്കും, ഇതിനെ ഫ്രാക്ഷനിൽ എഴുതാൻ പറഞ്ഞാൽ 55/100. ഇതിനെ നിങ്ങൾക്ക് ചെറുതാക്കാം കേട്ടോ, നിങ്ങൾക്ക് ചെറുതാക്കാവുന്നേ ഉള്ളൂ. ഇനി 1/5 നമ്മളോട് ശതമാനത്തിൽ പെർസെൻറ്റേജിൽ എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു 100 ചെയ്യേണ്ടത്. അതായത് 1/5 ഇൻറ്റു 100 ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 3 സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ, വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഡാറ്റ പിക്ചേഴ്സ് അല്ലെങ്കിൽ വിവര ചിത്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. ഡാറ്റ പിക്ചേഴ്സ് അല്ലെങ്കിൽ വിവര ചിത്രങ്ങളിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ 4 കോളംസ് വരയ്ക്കുന്നു. ആ 4 കോളംസിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 4 കോളംസ് വരയ്ക്കണേ. 4 കോളംസ് വരയ്ക്കുന്നു. ഈ 4 കോളംസിന് മക്കൾ എന്താ ചെയ്യേണ്ടത്,
ഒന്നാമത്തേൽ ഇവർ എന്താ കൊടുത്തിട്ടുള്ളത്? ഇനി ക്ലാസ് 25% എ ഗ്രേഡ് ആണ്, ഗ്രേഡുകളാണ് കൊടുത്തത് മാത്സ് ടെസ്റ്റിൽ. 25% എ ഗ്രേഡ് കിട്ടിയ എത്ര ആൾക്കാരാണ്? 25% ആൾക്കാരാണ്. ആൻഡ് ബി ഗ്രേഡ് കിട്ടിയത് 40% ആൾക്കാരാണ്. സി ഗ്രേഡ് കിട്ടിയത് 20% ആൾക്കാരാണ്. ആൻഡ് റിമൈനിങ് ഗെറ്റ് ഡി ഗ്രേഡ് എന്ന് പറഞ്ഞത്. ഡി ഗ്രേഡ് എന്താണ്? റിമൈനിങ് ആൾക്കാർക്കാണ് ഡി ഗ്രേഡ് കിട്ടിയത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ശതമാനം മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ, പെർസെന്റേജ് മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 100 ആണ് കിട്ടുക. അപ്പൊ ഇത് 25ഉം 40ഉം ആണെങ്കിൽ 65 ആയി, 65ഉം 20ഉം ആണെങ്കിൽ 75, 85 ആയി. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോ 85 ആയി. അപ്പൊ ഡി ഗ്രേഡ് കിട്ടിയ എത്ര ആയിരിക്കും? 85ലേക്ക് എത്ര കൂട്ടിയാലാ 100 ആവുക? 15 കൂട്ടിയാലാ? അപ്പൊ 15% ആൾക്കാർക്കായിരിക്കും ഡി ഗ്രേഡ്. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ശതമാനം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളത് അത് പല രീതിയിലും ചോദിക്കാറുണ്ട്. ഇനി ഇതിനെന്ത് ചെയ്യണം? ഇതിന് നമുക്ക് ഫ്രാക്ഷനിലും എഴുതണം, അതുപോലെ തന്നെ ഇതിനെ എന്തും ചെയ്യണം. ഇതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം ആംഗിളും നിങ്ങൾ കാണണം. അപ്പൊ ഇത് രണ്ടും, ഈ രണ്ട് സാധനങ്ങളാണ് നിങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കേണ്ട കോളം എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഭാഗമാണ്, ആംഗിൾ എന്ന് പറയുന്നത് കോണാണ്. എങ്ങനെയാണ് ആ ഫ്രാക്ഷൻ എഴുതുക? ഇതിന്റെ ടോട്ടൽ എത്ര? ഇത് ടോട്ടൽ കൂട്ടുക. ടോട്ടൽ എന്തായാലും ശതമാനമാണ്, 100 ആയിരിക്കും. ടോട്ടൽ 100 ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 25/100 ആണ് ഇതിന്റെ ഫ്രാക്ഷൻ. ഇതെന്തായിരിക്കും? 40/100 ആണ്. ഇതെന്തായിരിക്കും? 20/100 ആണ്. ഇതെന്തായിരിക്കും? 15/100 ആണ്. ഇതിനെ ഇനി ഒന്ന് ചെറുതാക്കുക. 25/100 2നെ 25 കൊണ്ട് ഹരിച്ചാൽ 1/4. 40/100 2നെയും 0 കട്ട് ചെയ്ത് 2 കൊണ്ട് ഹരിച്ചാൽ 2/5. ഇനി ഇത് 0 കട്ട് ചെയ്ത് 2 കൊണ്ട് ഹരിച്ചാൽ 1/5. ഇനി ഇവിടെ 0 ഒന്നും കട്ട് ചെയ്യാനില്ല, 5 കൊണ്ട് ഹരിച്ചാൽ 3/20. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫ്രാക്ഷൻ കിട്ടി. ഇതിന് ഇനി ആംഗിൾ കാണാൻ ഇത്രയേ ഉള്ളൂ. 1/4നെ നമ്മൾ 360 കൊണ്ട് ഈ ഭാഗങ്ങളെ ഗുണിക്കുക ചെയ്യേണ്ടത്. 2/5 × 360. ഇനി 1/5 × 360 ആൻഡ് മൂവ്. 3/20 × 360. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണാ ചെയ്യുക? ദാ ഇത്രയേ ഉള്ളൂ. 360നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. പറ്റും മിസ്സേ. എത്രയാ? 90. അങ്ങനെയെങ്കിൽ 1 × 90, 90 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. 360നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 72. 72 × 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 144 ഡിഗ്രി ആയിരിക്കും. ഇനി 360നെ 5 കൊണ്ട് ഹരിച്ചാൽ 72 ഡിഗ്രിയാണ്. ഇനി 360നെ 20 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 0 കട്ട് 36/2 എന്ന് പറയുമ്പോൾ 18 ആണ്. 18 × 3 ആയിരിക്കും. 18 × 3 ആയിരിക്കും വരിക. 18 × 3 പറഞ്ഞാൽ 8 3 എന്ന് പറയുമ്പോൾ 24, 4 2 ഇഷ്ടം 3 1 3 54 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ച് പോയിന്റ് നമ്മളുടെ സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് 90 ഡിഗ്രി ആദ്യം വരയ്ക്കുക. ഇതായിരിക്കും എ ഗ്രേഡ്. അവിടെ നിന്ന് 144 ഡിഗ്രി വരയ്ക്കുന്നു, ഇതാണ് ബി ഗ്രേഡ്. അതിൽ നിന്ന് 72 ഡിഗ്രി വരയ്ക്കുന്നു, സി ഗ്രേഡ്. ബാക്കിയുള്ളതായിരിക്കും ഡി ഗ്രേഡ്. ഇത്രയും നിങ്ങൾക്ക് ഡാറ്റാ പിക്ചേഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20+ മാർക്ക് ഉറപ്പിക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മിസ് ഇതിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് നമ്മൾ ആരെങ്കിലും ഈസി മാത്സ് എന്ന് പറയുന്ന ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈസി മാത്സ് എന്ന് പറയുന്ന ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഈ ഒരു മാത്സ് എക്സാം നമ്മൾ പൊടി പൂരാക്കും, അടിപൊളിയാക്കും. ആൻഡ് ഓൾസോ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ക്ലാസ് 8 സൂപ്പർ ബാച്ചിന്റെ ബാച്ച് ഏപ്രിൽ 6 സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബാച്ചിന് ഞങ്ങൾ ആദ്യം വരുന്ന 2000 കുട്ടികൾക്ക് 3799 എന്ന് പറയുന്ന ഈ ഒരു ഡ്രീം പ്രൈസ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, ജോയിൻ ചെയ്താലോ ചെയ്തില്ലെങ്കിലോ ഒരു ഡൗട്ടെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. സോ ബാച്ചിൽ വെച്ച് കാണാം, ലൈവിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.